ഹായ്, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. സോ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ മെയിനായിട്ടും രണ്ട് ഏരിയാസാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിങ്ങും, രണ്ട് സാനിറ്ററി എഞ്ചിനീയറിങ്ങും. വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസ്, വാട്ടറിൻ്റെ ടൈപ്സ്, വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാനിറ്ററി എഞ്ചിനീയറിംഗിൽ ഡിഫറെൻറ്റ് സാനിറ്ററി ഫിക്സ്ചേഴ്സ്, ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റം, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, ദെൻ ഡിഫറെൻറ്റ് വാൽവ്സ്, പൈപ്സ് എക്സെട്ര, ഇതുപോലുള്ള കാര്യങ്ങളാണ് എന്തിൽ സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്നുള്ള പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് റോ വാട്ടർ. റോ വാട്ടർ, ദ വാട്ടർ ഫ്രം ദ സോഴ്സ് ദാറ്റ് ഹാസ് നോട്ട് ബീൻ ട്രീറ്റഡ്. നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വാട്ടറിനെയാണ് എന്തെന്ന് പറയുന്നത്, റോ വാട്ടർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു വിധത്തിലും ട്രീറ്റ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് എടുക്കുന്ന വാട്ടറാണ് റോ വാട്ടർ. ദ വാട്ടർ ഫ്രം ദ സോഴ്സ് ദാറ്റ് ഹാസ് നോട്ട് ബീൻ ട്രീറ്റഡ്. സോ സോഴ്സ് എന്ന് പറയുമ്പം നമുക്ക് എന്താണ്, പലതരം സോഴ്സുകളാണ്. നമ്മുടെ വീടുകളിലാണെങ്കിൽ വെള്ളം എടുക്കുന്നത് കിണറുകളിൽ നിന്നാണ്. അതുപോലെ തന്നെ റിവേഴ്സ് ഉണ്ട്, പോൺസ് ഉണ്ട്, ലേക്സ് ഉണ്ട്, ദെൻ ഓഷൻസ് ഉണ്ട്. സോ ഇതുപോലെ ഡിഫറെൻറ്റ് സോഴ്സുകളിൽ നിന്ന് ട്രീറ്റ് ചെയ്യാതെ എടുക്കുന്ന വാട്ടറിനെയാണ് എന്തെന്ന് പറയുന്നത്, റോ വാട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്യുവർ വാട്ടർ. ദ കെമിക്കൽ കോമ്പൗണ്ട് H2O. H2O എന്ന കെമിക്കൽ കോമ്പൗണ്ടിന് പറയുന്ന നെയിമാണ് എന്ത്, പ്യുവർ വാട്ടർ. നെക്സ്റ്റ് വൺ ഈസ് പോർട്ടബിൾ വാട്ടർ. പോർട്ടബിൾ വാട്ടർ ഈസ് ദ വാട്ടർ വിച്ച് ഈസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ഡ്രിങ്കിങ് പർപ്പസിന് ഫിറ്റായിട്ടുള്ള വാട്ടർ എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോർട്ടബിൾ വാട്ടർ. ദ വാട്ടർ വിച്ച് ഈസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ഡ്രിങ്കിങ് പർപ്പസിന് ഫിറ്റായിട്ടുള്ള വാട്ടറാണ് എന്ത്, പോർട്ടബിൾ വാട്ടർ. നെക്സ്റ്റ് ഈസ് പലേറ്റബിൾ വാട്ടർ. പലേറ്റബിൾ വാട്ടർ മീൻസ് ദ വാട്ടർ വിച്ച് ഈസ് എസ്തെറ്റിക്കലി ലുക്കിംഗ് ഗുഡ് ആൻഡ് ടേസ്റ്റ്ഫുൾ ഫോർ ഡ്രിങ്കിങ്. അതായത് ലുക്ക് വൈസ് നമുക്ക് കണ്ടാൽ തന്നെ ഒരു ഗുഡ് വാട്ടർ ആണെന്ന് തോന്നുന്ന വാട്ടർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടേസ്റ്റ്ഫുൾ ഫോർ ഡ്രിങ്കിങ്. ദ വാട്ടർ വിച്ച് ഈസ് എസ്തെറ്റിക്കലി ലുക്കിംഗ് ഗുഡ് ആൻഡ് ടേസ്റ്റ്ഫുൾ ഫോർ ഡ്രിങ്കിങ്, അതാണ് എന്ത്, പലേറ്റബിൾ വാട്ടർ. നെക്സ്റ്റ് ഈസ് ഹോൾസം വാട്ടർ. ഹോൾസം വാട്ടർ. ഹോൾസം വാട്ടർ മീൻസ് വിച്ച് ഈസ് കെമിക്കലി മേ നോട്ട് ബി 100% പ്യുവർ. ഹോൾസം വാട്ടർ എന്ന് പറയുന്നത് കെമിക്കലി 100% പ്യുവർ ആവണമെന്നില്ല, ബട്ട് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ഹാംഫുൾ എലമെൻറ്റ്സ് ഫോർ ഹ്യൂമൻ. ഹ്യൂമൻസിന് ഹാംഫുൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും അതിൽ ഉണ്ടാകത്തില്ല. അത് 100% പ്യുവർ ആവണമെന്നില്ല, ബട്ട് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻസ് എനി ഹാംഫുൾ എലമെൻറ്റ്സ് ഫോർ ഹ്യൂമൻ. നെക്സ്റ്റ് ഈസ് മിനറൽ വാട്ടർ. മിനറൽ വാട്ടർ ഈസ് ദ വാട്ടർ വിച്ച് കണ്ടെയ്ൻസ് ദ കെമിക്കൽ ലൈക്സ് കാൽഷ്യം, മഗ്നീഷ്യം ആൻഡ് അയൺ. കാൽഷ്യം, മഗ്നീഷ്യം, അയൺ ഇതുപോലുള്ള കെമിക്കൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാട്ടർ ഏതാണോ അത് തന്നെയാണ് നമ്മൾ മിനറൽ വാട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ ടൈപ്സ് ആണ് പൊല്യൂട്ടഡ് വാട്ടർ ആൻഡ് കണ്ടാമിനേറ്റഡ് വാട്ടർ. പൊല്യൂട്ടഡ് വാട്ടർ ആൻഡ് കണ്ടാമിനേറ്റഡ് വാട്ടർ. പൊല്യൂട്ടഡ് വാട്ടർ കണ്ടെയ്ൻസ് അൺഡിസൈറബിൾ സബ്സ്റ്റൻസസ് മേക്കിംഗ് ഇറ്റ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്, അതിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസസ് ഉള്ളത് കാരണം നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് ഫിറ്റ് അല്ലാത്ത വാട്ടറിനെയാണ് എന്തെന്ന് പറയുന്നത്, പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറയുന്നത്. ബട്ട് കണ്ടാമിനേറ്റഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് വാട്ടർ മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് പാത്തജനിക് ഓർഗാനിസംസ് ആൻഡ് ഇറ്റ് ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. കണ്ടാമിനേറ്റഡ് വാട്ടറിൽ പാത്തജനിക് ഓർഗാനിസംസ് ഉണ്ടാവും, അതായത് എന്തെങ്കിലും വാട്ടർ ബോൺ ഡിസീസസിന് കാരണമാകുന്ന പാത്തജനിക് ഓർഗാനിസംസ് ഉള്ള വാട്ടറാണ് എന്തെന്ന് പറയുന്നത്, കണ്ടാമിനേറ്റഡ് വാട്ടർ. സോ പൊല്യൂട്ടഡ് വാട്ടർ എല്ലാം എന്താവണമെന്നില്ല, കണ്ടാമിനേറ്റഡ് ആവണമെന്നില്ല. അതെപ്പോഴാണ് കണ്ടാമിനേറ്റഡ് ആവുന്നത്, ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എനി പാത്തജനിക് ഓർഗാനിസംസ്. പൊല്യൂട്ടഡ് വാട്ടറിൽ എന്തെങ്കിലും തരത്തിലുള്ള പാത്തജനിക് ഓർഗാനിസംസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമുക്കതിനെ കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറയാം. സോ പൊല്യൂട്ടഡ് വാട്ടർ കണ്ടെയ്ൻസ് അൺഡിസൈറബിൾ സബ്സ്റ്റൻസസ് മേക്കിംഗ് ഇറ്റ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ആൻഡ് കണ്ടാമിനേറ്റഡ് വാട്ടർ കണ്ടെയ്നിങ് പാത്തജനിക് ഓർഗാനിസം സോ ദാറ്റ് ഇറ്റ് ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. സോ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ. സോ ഏതൊക്കെയായിരുന്നു, ഫസ്റ്റ് വൺ ഈസ് റോ വാട്ടർ, ദാറ്റ് ഈസ് വാട്ടർ ഫ്രം എ സോഴ്സ്. ദെൻ ദ കെമിക്കൽ കോമ്പൗണ്ട് H2O. കെമിക്കൽ കോമ്പൗണ്ട് H2Oയ്ക്ക് പറയുന്ന പേരാണെന്ത്, പ്യുവർ വാട്ടർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോർട്ടബിൾ വാട്ടർ, ദ വാട്ടർ വിച്ച് ഈസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ഡ്രിങ്കിങ് പർപ്പസിന് ഫിറ്റായിട്ടുള്ള നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനാണെന്ന് പറയുന്നത് പോർട്ടബിൾ വാട്ടർ എന്ന് പറയുന്നത്. ദെൻ പലേറ്റബിൾ വാട്ടർ, വാട്ടർ വിച്ച് ഈസ് എസ്തെറ്റിക്കലി ലുക്കിംഗ് ഗുഡ് ആൻഡ് ടേസ്റ്റ്ഫുൾ ഫോർ ഡ്രിങ്കിങ്. ദെൻ ഹോൾസം വാട്ടർ, ദ വാട്ടർ വിച്ച് ഈസ് കെമിക്കലി മേ നോട്ട് ബി 100% പ്യുവർ. 100% പ്യുവർ ആവണമെന്നില്ല, ബട്ട് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ഹാംഫുൾ എലമെൻറ്റ്സ് ഫോർ ഹ്യൂമൻ. ഹ്യൂമൻസിന് ഹാംഫുൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും അതിൽ ഉണ്ടാവില്ല. ദെൻ മിനറൽ വാട്ടർ, മിനറൽസ് അടങ്ങിയ വെള്ളമാണ് മിനറൽ വാട്ടർ.
Then polluted water contains undesirable substances making it unfit for drinking. Undesirable ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഇൻക്ലൂഡഡ് ആയത് കാരണം നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്ത വാട്ടറാണ് എന്ത് പൊല്യൂട്ടഡ് വാട്ടർ. സോ അതിൽ തന്നെ പാത്തജനിക് ഓർഗാനിസംസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിനെ കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറയും. So next is the impurities in water. So വാട്ടറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ അതിനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി സൈസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്. വാട്ടറിനെ അതിലടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിൻ്റെ സൈസ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. സൈസ് അനുസരിച്ച് വാട്ടറിലെ ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ മെയിനായിട്ടും 3 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ്, കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ഡിസോൾഡ് ഇമ്പ്യൂരിറ്റീസ്. ഫസ്റ്റ് വൺ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ്, ദെൻ കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ്, ദെൻ ഡിസോൾഡ് ഇമ്പ്യൂരിറ്റീസ് എന്നിങ്ങനെ 3 ടൈപ്പായിട്ട് വാട്ടറിനെ അതിൻ്റെ സൈസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഈസ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ്. സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10⁻⁻1 to 10⁻³ മില്ലിമീറ്റർ ആയിരിക്കും. സോ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10⁻⁻1 to 10⁻³ മില്ലിമീറ്റർ. വാട്ടറിൻ്റെ ടർബിഡിറ്റിക്ക് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ആണ്. സോ ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ദ പാസേജ് ഓഫ് ഫ്ലോ ഓഫ് ലൈറ്റ് ത്രൂ ദ വാട്ടർ. ലൈറ്റ് വാട്ടറിലൂടെ പാസ് ചെയ്യുന്നതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ടർബിഡിറ്റി എന്ന് പറയുന്നത്. സോ ടർബിഡിറ്റിക്ക് കാരണമാകുന്നത് മെയിൻ ആയിട്ടും എന്താണ്? ഈ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ആണ്. സോ സൈസിൻ്റെ ബേസിലുള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ്. അതിൽ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10⁻⁻1 to 10⁻³ മില്ലിമീറ്റർ ആണ്. ഈ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ആണ് വാട്ടറിൽ എന്തിന് കാരണമാകുന്നത്? ടർബിഡിറ്റിക്ക് കാരണമാകുന്നത് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ദെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ഈസ് മെഷേർഡ് ബൈ ഇറ്റ്സ് ടർബിഡിറ്റി. വാട്ടറിൻ്റെ ടർബിഡിറ്റി മെഷർ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനകത്തെ കോൺസെൻട്രേഷൻ ഓഫ് ദി സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് മനസ്സിലാവും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ഈസ് മെഷേർഡ് ബൈ ഇറ്റ്സ് ടർബിഡിറ്റി. ദെൻ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിന് എക്സാമ്പിളാണ് ഏതൊക്കെയാണ്? സിൽറ്റ്, ക്ലേ, അതായത് സാൻഡിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ് സിൽറ്റ്, ക്ലേ, ദെൻ ബാക്ടീരിയ, ഫംഗൈ, ആൽഗെ ഇതുപോലുള്ള കാര്യങ്ങളാണ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിന് എക്സാമ്പിൾ. സോ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിൻ്റെ സൈസ് വരുന്നത് 10⁻⁻1 to 10⁻³ മില്ലിമീറ്റർ ആണ്. ഇറ്റ് കോസസ് ടർബിഡിറ്റി. എക്സാമ്പിളാണ് സിൽറ്റ്, ക്ലേ, ബാക്ടീരിയ, ഫംഗൈ, ആൽഗെ. നെക്സ്റ്റ് ഈസ് കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ്. സോ കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10⁻³ to 10⁻⁻6 മില്ലിമീറ്റർ ആണ്. സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിൻ്റെ 10⁻⁻1 to -3 ആയിരുന്നു. കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10⁻³ to 10⁻⁻6 മില്ലിമീറ്റർ ആണ്. സോ കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ് ആർ യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ദ ബാക്ടീരിയ റിഡൻ ഓർഗാനിക് സബ്സ്റ്റൻസസ് ദാറ്റ് ട്രാൻസ്മിറ്റ് വേരിയസ് ഡിസീസ്. വേരിയസ് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബാക്ടീരിയകളെ ക്യാരി ചെയ്യുന്ന ഓർഗാനിക് സബ്സ്റ്റൻസുകളാണ് എന്തായിട്ട് അടങ്ങിയിരിക്കുന്നത്? കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. സോ കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ് ആർ micro impurities. They are micro impurities. They are finely divided particles, micro impurities not visible to the naked eye. നമുക്ക് കണ്ണുകൾ കൊണ്ട് ഡയറക്റ്റ് കാണാൻ പറ്റാത്ത ഇമ്പ്യൂരിറ്റീസ് ആണ് എന്തെന്ന് പറയുന്നത്? കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ്. ഫൈൻലി ഡിവൈഡഡ് പാർട്ടിക്കിൾസ് വിച്ച് ഈസ് നോട്ട് വിസിബിൾ ടു ദ നേക്കഡ് ഐ. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10⁻³ to 10⁻⁻6 മില്ലിമീറ്റർ ആണ്. ദെൻ എന്താണ്? കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ് ആർ യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ദ ബാക്ടീരിയ റിഡൻ ഓർഗാനിക് സബ്സ്റ്റൻസസ് ദ ട്രാൻസ്മിറ്റ് വേരിയസ് ഡിസീസ് കോസിംഗ് ആയ ബാക്ടീരിയകളെ ക്യാരി ചെയ്യുന്ന ഓർഗാനിക് സബ്സ്റ്റൻസുകളാണ് മെയിൻലി കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ കൊയാഗുലേഷൻ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ വരുന്ന ടോപ്പിക്കുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യും. അതിലൊരു മെത്തേഡാണ് ഈ കൊയാഗുലേഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ആ പോർഷനിൽ കവർ ചെയ്യാം. സോ കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഫൈൻലി ഡിവൈഡഡ് പാർട്ടിക്കിൾസ് ആണ്. സൈസ് റേഞ്ച് ഓർത്തിരിക്കുക 10⁻³ to 10⁻�6 മില്ലിമീറ്റർ. ദെൻ കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ് എന്താണ്? ബാക്ടീരിയകളെ ക്യാരി ചെയ്യുന്ന ഓർഗാനിക് സബ്സ്റ്റൻസുകൾ അതിൽ അടങ്ങിയിട്ടുണ്ടാവും. നെക്സ്റ്റ്, കളർ ഓഫ് വാട്ടർ ഈസ് മെയിൻലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ്. വാട്ടറിൻ്റെ ട്രൂ കളറിന് മെയിൻ ആയിട്ടും കാരണമാകുന്നത് എന്താണ്? ഈ പ്രസൻസ് ഓഫ് കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ് ആണ്. കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസിൻ്റെ പ്രസൻസ് ആണ്. ദെൻ ദ എമൗണ്ട് ഓഫ് കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ കളർ ടെസ്റ്റ്. കളർ ടെസ്റ്റുകളിലൂടെ നമുക്ക് വാട്ടറിലുള്ള കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസിൻ്റെ എമൗണ്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ദെൻ ദ തേർഡ് വൺ ഈസ് ഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റീസ്. ദിസ് ഇൻക്ലൂഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇനോർഗാനിക് സാൾട്ട്സ് ആൻഡ് സോൾട്ട്സ്. സോ വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന
വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആവാം, ദെൻ ഡിഫറെൻറ്റ് സോൾട്ട്സ് ആവാം, ആൻഡ് ഡിസോൾവ്ഡ് ഗ്യാസസ് ആവാം. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10⁻⁻6 to 10⁻⁻8 മില്ലിമീറ്റർ ആണ്. ഡിസോൾവ്ഡ് ഇംപ്യൂരിറ്റീസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10⁻⁻6 to 10⁻⁻8 മില്ലിമീറ്റർ ആണ്. ദ ഇൻക്ലൂഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇനോർഗാനിക് സോൾട്ട്സ് ആൻഡ് ഗ്യാസസ്. സോ ഇതാണ് എന്തിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ, സൈസിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. നമ്മൾ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ്, കൊളോയിഡൽ ഇംപ്യൂരിറ്റീസ് ആൻഡ് ഡിസോൾവ്ഡ് ഇംപ്യൂരിറ്റീസ്. നെക്സ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റ് ഓഫ് മാറ്റർ. സോ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ അനുസരിച്ച് വാട്ടറിനെ, ഇംപ്യൂരിറ്റീസിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഫിസിക്കൽ ഇംപ്യൂരിറ്റീസ്, കെമിക്കൽ ഇംപ്യൂരിറ്റീസ് ആൻഡ് ബയോളജിക്കൽ ഇംപ്യൂരിറ്റീസ്. ഫിസിക്കൽ ഇംപ്യൂരിറ്റീസ്, കെമിക്കൽ ഇംപ്യൂരിറ്റീസ് ആൻഡ് ബയോളജിക്കൽ ഇംപ്യൂരിറ്റീസ്. ഫിസിക്കൽ ഇംപ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഇംപ്യൂരിറ്റീസ് വിച്ച് വി ക്യാൻ സെൻസ്. ദെൻ ബയോളജിക്കൽ ഇംപ്യൂരിറ്റീസ് മീൻസ് വാട്ടറിൻ്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ബയോളജിക്കൽ ഇംപ്യൂരിറ്റീസിൽ വരുന്നത്. അതായത് വാട്ടറിൻ്റെ ഹാർഡ്നെസ്, pH കണ്ടൻറ്റ്, നൈട്രജൻ കണ്ടൻറ്റ്, സൾഫേറ്റ് കണ്ടൻറ്റ്, ക്ലോറൈഡ് കണ്ടൻറ്റ്, ഇതുപോലുള്ള ഡിഫറൻറ്റ് വാട്ടറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിഫറൻറ്റ് കെമിക്കൽസാണ് എന്ത് ഈ കെമിക്കൽ ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അതായത് വാട്ടറിൽ ഡിഫറൻറ്റ് കെമിക്കൽസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് പ്രകാരം എന്തൊക്കെയാണ്? വാട്ടറിന് ഹാർഡ്നെസ് ഉണ്ടാവാം, pH ഉണ്ട്, ദെൻ നൈട്രജൻ കണ്ടൻറ്റ്, സൾഫർ കണ്ടൻറ്റ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് കെമിക്കൽ ഇംപ്യൂരിറ്റീസിൽ വരുന്നത്. ദെൻ ബയോളജിക്കൽ ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് വാട്ടറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, അതായത് ബാക്ടീരിയ, ഫംഗൈ, വൈറസ്, ഇതുപോലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് എന്തെന്ന് പറയുന്നത് ബയോളജിക്കൽ ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റ് ഓഫ് മാറ്റർ വാട്ടറിലുള്ള ഇംപ്യൂരിറ്റീസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു: ഫിസിക്കൽ ഇംപ്യൂരിറ്റീസ് വിച്ച് വി ക്യാൻ സെൻസ്, ദെൻ ദ കെമിക്കൽ ഇംപ്യൂരിറ്റീസ്, that is water hardness, pH content, etc. Then biological impurities which are the microorganisms. Next, the classification is based on the nature of impurities. ഇംപ്യൂരിറ്റീസിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ വാട്ടറിലെ ഇംപ്യൂരിറ്റീസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ഓർഗാനിക് ഇംപ്യൂരിറ്റീസ് ആൻഡ് ഇനോർഗാനിക് ഇംപ്യൂരിറ്റീസ്. ഓർഗാനിക് ഇംപ്യൂരിറ്റീസ് ഇൻക്ലൂഡ്സ് ഓയിൽസ്, ഫാറ്റ്സ്, എക്സെട്ര. വാട്ടറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓയിൽ, ഫാറ്റ്, ഇതുപോലുള്ള ഇംപ്യൂരിറ്റീസ് ഇത് വാട്ടറിൽ ഡിസോൾവ് ആവാതെ കിടക്കുന്ന ഇംപ്യൂരിറ്റീസ് ആണ്. സോ അതാണ് ഓർഗാനിക് ഇംപ്യൂരിറ്റീസിന് എക്സാമ്പിൾ. ദെൻ ഇനോർഗാനിക് ഇംപ്യൂരിറ്റീസ് വാട്ടറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിഫറൻറ്റ് മെറ്റൽസ്, അയൺ, മാംഗനീസ്, കോപ്പർ, ഇതുപോലുള്ള മെറ്റൽസ് വാട്ടറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മൾ ഇനോർഗാനിക് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സോ വാട്ടറിലെ ഇംപ്യൂരിറ്റീസിനെ നമ്മൾ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് ബേസ്ഡ് ഓൺ ദി സൈസ് അനുസരിച്ച് സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ്, കൊളോയിഡൽ ഇംപ്യൂരിറ്റീസ് ആൻഡ് ഡിസോൾവ്ഡ് ഇംപ്യൂരിറ്റീസ്. ദെൻ ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച്, ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റ് ഓഫ് മാറ്റർ അനുസരിച്ച് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു: ഫിസിക്കൽ ഇംപ്യൂരിറ്റീസ്, കെമിക്കൽ ഇംപ്യൂരിറ്റീസ് ആൻഡ് ബയോളജിക്കൽ ഇംപ്യൂരിറ്റീസ്. ദെൻ ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഇംപ്യൂരിറ്റീസ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ഇംപ്യൂരിറ്റീസ്. ഓർഗാനിക് ഇംപ്യൂരിറ്റീസ് ഇൻക്ലൂഡ്സ് ഓയിൽസ്, ഫാറ്റ്സ്, എക്സെട്ര. ദെൻ ഇനോർഗാനിക് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റൽസ്. നെക്സ്റ്റ്, ദ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മെയിനായിട്ടും 3 ടൈപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. വൺ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഫസ്റ്റ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ അതിൽ ഫസ്റ്റ് വണ്ണാണ് ടർബിഡിറ്റി. സോ നമ്മൾ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ടർബിഡിറ്റി എന്താണെന്ന്? ടർബിഡിറ്റി ഈസ് ദ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ദ പാസേജ് ഓഫ് ലൈറ്റ് ത്രൂ വാട്ടർ. വാട്ടറിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടർബിഡിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദി റെസിസ്റ്റൻസ് ഓഫ് പാസേജ് ഓഫ് ലൈറ്റ് ത്രൂ വാട്ടർ. ദെൻ ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ, എന്താണ് ടർബിഡിറ്റിക്ക് കാരണമാകുന്നത്? ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ സസ്പെൻഡഡ് ആൻഡ് കൊളോയിഡൽ മാറ്റേഴ്സ് ഇൻ വാട്ടർ. വാട്ടറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സസ്പെൻഡഡ് ആൻഡ് കൊളോയിഡൽ മാറ്റേഴ്സ് ആണ് വാട്ടറിലെ ടർബിഡിറ്റിക്ക് കാരണമാകുന്നത്. അതിൽ തന്നെ മെയിനായിട്ടും സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ് ആണ് എന്തിന് കാരണം? ടർബിഡിറ്റിയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഡിസോൾവ്ഡ് മാറ്റർ ഡസ് നോട്ട് കോസ് എനി ടർബിഡിറ്റി. ഡിസോൾവ്ഡ് മാറ്റർ ടർബിഡിറ്റിക്ക് ഒരു കാരണം ആവുന്നില്ല. ദെൻ ടർബിഡിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. സോ ടർബിഡിറ്റി മെഷർ ചെയ്യുന്ന സ്കെയിൽ എന്ന് പറയുന്നത് സിലിക്ക സ്കെയിലാണ്. ടർബിഡിറ്റി ഈസ് മെഷേർഡ് ഓൺ സിലിക്ക സ്കെയിൽ. ടർബിഡിറ്റി ഈസ് മെഷേർഡ് ഓൺ സിലിക്ക സ്കെയിൽ. ടർബിഡിറ്റി നമുക്ക് മെഷർ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റാണ് ടർബിഡിറ്റി യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ടർബിഡിറ്റി ഈസ് മെഷേർഡ് ഓൺ എ സിലിക്ക സ്കെയിൽ ആൻഡ് ടർബിഡിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ആസ് ടർബിഡിറ്റി യൂണിറ്റ്സ്. സോ ടർബിഡിറ്റി മെഷർ ചെയ്യുന്നത് സിലിക്ക സ്കെയിലാണ്. അത് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റാണ് ടർബിഡിറ്റി യൂണിറ്റ്. ടർബിഡിറ്റി യൂണിറ്റ് അത് എന്തിന് ഇക്വലൻ്റ് ആണ്? ppm ഓർ മില്ലിഗ്രാം പെർ ലിറ്റർ. ഇതെല്ലാം ഇതിന് ഇക്വലൻ്റ് ആണ്. 1 ടർബിഡിറ്റി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ടർബിഡിറ്റി യൂണിറ്റ് ഈസ് ദ turbidity produced when 1 milligram of turbidity produced when
1 milligram of finely divided silica in the form of Fuller's earth. Fuller's earth എന്ന ഫോമിലുള്ള സിലിക്കയുടെ 1 milligram, അതായത് ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള 1 milligram സിലിക്ക ഇൻ ദ ഫോം ഓഫ് Fuller's earth ഈസ് ഡിസോൾഡ് ഇൻ 1 liter ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ. നമ്മൾ 1 liter ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുക, അതിൽ 1 milligram ഫൈനലി ഡിവൈഡഡ് സിലിക്ക മിക്സ് ചെയ്താൽ കിട്ടുന്ന ടർബിഡിറ്റി എന്താണോ അതാണ് 1 turbidity unit എന്ന് പറയുന്നത്. സോ 1 turbidity unit ഈസ് ദ turbidity produced when 1 milligram of finely divided silica in the form of Fuller's earth is dissolved in 1 liter of distilled water. 1 liter ഡിസ്റ്റിൽഡ് വാട്ടറിൽ 1 milligram ഓഫ് ഫൈനലി ഡിവൈഡഡ് സിലിക്ക ഡിസോൾവ് ചെയ്താൽ കിട്ടുന്ന വാട്ടറിൻ്റെ ടർബിഡിറ്റി എന്താണ്, അതാണ് 1 turbidity unit എന്ന് പറയുന്നത്. Then the maximum permissible turbidity for domestic supplies. നമ്മുടെ ഡൊമസ്റ്റിക് യൂസിന് ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ മാക്സിമം പെർമിസിബിൾ ടർബിഡിറ്റി എന്ന് പറയുന്നത് 5 to 10 ppm ആണ്. സോ ടർബിഡിറ്റി മെഷർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടർബിഡിറ്റി ഈസ് മെഷേർഡ് ബൈ ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ലൈറ്റ് അബ്സോർപ്ഷൻ ആൻഡ് ലൈറ്റ് സ്കാറ്ററിംഗ്. സോ രണ്ട് പ്രിൻസിപ്പിൾസിൽ വർക്ക് ചെയ്യുന്ന ടർബിഡിറ്റി മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ലൈറ്റ് അബ്സോർപ്ഷൻ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതും അടുത്തത് ലൈറ്റ് സ്കാറ്ററിംഗ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നത്. ലൈറ്റ് അബ്സോർപ്ഷൻ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ടർബിഡിറ്റി റോഡ്, ജാക്സൺ ടർബിഡിമീറ്റർ, ഹെലീക് ടർബിഡിമീറ്റർ, ബെയ്ലിസ് ടർബിഡിമീറ്റർ. ഇതൊക്കെ ലൈറ്റ് അബ്സോർപ്ഷൻ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ ലൈറ്റ് സ്കാറ്ററിംഗ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടർബിഡിറ്റി മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് നെഫെല്ലോമീറ്റർ എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ ടർബിഡിറ്റി റോഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഫീൽഡ് ടെസ്റ്റിംഗ് ഓഫ് ടർബിഡിറ്റി. ടർബിഡിറ്റിയുടെ ഫീൽഡ് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ടർബിഡിറ്റി റോഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു റിവറിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ ടർബിഡിറ്റി മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടർബിഡിറ്റി റോഡ് ഡയറക്റ്റായിട്ട് വാട്ടറിൽ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ടർബിഡിറ്റി വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നതാണ് ടർബിഡിറ്റി റോഡ് എന്ന് പറയുന്നത്. ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി ഫീൽഡ് ടെസ്റ്റിംഗ് ഓഫ് ടർബിഡിറ്റി. ദെൻ നമുക്ക് ഹൈ ടർബിഡിറ്റി മെഷർ ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ജാക്സൺസ് ടർബിഡിമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു 25 ppm മുകളിലുള്ള ടർബിഡിറ്റിയാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ജാക്സൺസ് ടർബിഡിമീറ്റർ യൂസ് ചെയ്യാം. സോ അതിൻ്റെ യൂണിറ്റ് ആണ് JTU, ദാറ്റ് ഈസ് ജാക്സൺ ടർബിഡി യൂണിറ്റ്സ്. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് ചേർത്ത് പറയുന്നതേ ഉള്ളൂ. സോ ഹൈ ടർബിഡിറ്റി എബൌട്ട് 25 ppm മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ജാക്സൺസ് ടർബിഡിമീറ്റർ. ദെൻ ലോ ടർബിഡിറ്റി ആണ് മെഷർ ചെയ്യേണ്ടത്. അതായത് ഒരു 0 ppm to 2 ppm വരെയൊക്കെയുള്ള ടർബിഡിറ്റി മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബെയ്ലിസ് ടർബിഡിമീറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ നെഫെല്ലോമീറ്റർ പറഞ്ഞു ഇറ്റ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ലൈറ്റ് സ്കാറ്ററിംഗ്. ബാക്കിയൊക്കെ ലൈറ്റ് അബ്സോർബിംഗ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ ലൈറ്റ് സ്കാറ്ററിംഗ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് നെഫെല്ലോമീറ്റർ. സോ നെഫെല്ലോമീറ്റർ ഇതുപോലെ തന്നെ എന്താണ് ലോ ടർബിഡിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് നെഫെല്ലോമീറ്റർ എന്ന് പറയുന്നത്. ഒരു 0 to 1 ppm ടർബിഡിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് നെഫെല്ലോമീറ്റർ. അത് എന്ത് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്, ലൈറ്റ് സ്കാറ്ററിംഗ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. ദെൻ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് NTU, ദാറ്റ് ഈസ് നെഫെല്ലോമീട്രിക് ടർബിഡിറ്റി യൂണിറ്റ് ഓർ FTU, ഫോർമാസിൻ ടർബിഡിറ്റി യൂണിറ്റ്. ഫോർമാസിൻ എന്ന് പറഞ്ഞൊരു പോളിമർ ഈ ഇൻസ്ട്രുമെൻറ്റിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഫോർമാസിൻ ടർബിഡിറ്റി യൂണിറ്റ് എന്നുള്ള ഒരു യൂണിറ്റ് കൂടി എക്സ്പ്രസ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കളർ. Color is the indication of the dissolved organic matters. Indication of dissolved organic matters from decaying vegetations or some inorganic colored solids. വാട്ടറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇനോർഗാനിക് ആയിട്ടുള്ള കളേർഡ് സോയിൽസ്, ദെൻ ഗ്രോത്ത് ഓഫ് ആൽഗെ, ദെൻ മെറ്റൽസ്, അയണ, മാംഗനീസ് പോലുള്ള മെറ്റൽസ്, ഇതൊക്കെയാണ് വാട്ടറിന് എന്ത് നൽകുന്നത്, കളർ നൽകുന്നത്. സോ ഇറ്റ് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് ഡിസോൾവ്ഡ് ഓർഗാനിക് മാറ്റേഴ്സ് ഫ്രം ഡീക്കേയിങ് വെജിറ്റേഷൻ ഓർ സം ഇനോർഗാനിക് കളേർഡ് സോയിൽസ്, ദെൻ ഗ്രോത്ത് ഓഫ് ആൽഗെ. അതായത് ആൽഗയൊക്കെ വളരുന്ന വെള്ളമാണെങ്കിൽ അതിൻ്റെ കളർ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ദെൻ ഡിഫറെൻറ്റ് മെറ്റാലിക് അയൺസ്, അയണ, മാംഗനീസ് പോലെയുള്ള മെറ്റാലിക് അയോൺസ് വാട്ടറിൽ കളർ നൽകാം. അതായത് ഒരു അയൺ ഓക്സൈഡ് വാട്ടറിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതൊരു റെഡിഷ് കളർ ആയിരിക്കും. അതുപോലെ തന്നെ മാംഗനീസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഒരു ബ്ലാക്ക് ഓർ ബ്രൗൺ കളർ ആയിരിക്കും. ദെൻ മെഷർ ചെയ്യുന്ന ഈ മെഷർമെൻറ്റ് എങ്ങനെയാണത്. സോ കളർ ഈസ് മെഷേർഡ് ബൈ ദ പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിൽ ഓർ ബർജസ് സ്കെയിൽ. നമ്മൾ ടർബിഡിറ്റി മെഷർ ചെയ്ത് എന്തിലായിരുന്നു, സിലിക്ക സ്കെയിലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കളർ മെഷർ ചെയ്യുന്ന സ്കെയിലാണ് പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിൽ അല്ലെങ്കിൽ ബർജസ് സ്കെയിൽ എന്ന് പറയും. ദെൻ കളർ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കളർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ട്രൂ കളർ യൂണിറ്റ്. കളർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ട്രൂ കളർ യൂണിറ്റ്.
ദെൻ 1 TC എന്താണെന്ന് നോക്കാം. നമ്മൾ ടർബിഡിറ്റിയുടെ കേസ് പറഞ്ഞപ്പോൾ 1 TU, അതായത് ടർബിഡിറ്റി യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 1 ട്രൂ കളർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ദ 1 milligram ഓഫ് ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം ഇൻ ദ ഫോം ഓഫ് ക്ലോറോപ്ലാറ്റിനേറ്റ് അയൺ. ടർബിഡിറ്റിയുടെ കേസിൽ സിലിക്ക ആയിരുന്നെങ്കിൽ ഇവിടെ പ്ലാറ്റിനം ഇൻ ദ ഫോം ഓഫ് ക്ലോറോപ്ലാറ്റിനേറ്റ് അയോൺ ഡിസോൾഡ് ഇൻ 1 liter ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ. 1 liter ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്താൽ അതിൽ 1 milligram ഓഫ് ഫൈനലി ഡിവൈഡഡ് ക്ലോറോപ്ലാറ്റിനേറ്റ് അയോൺ, പ്ലാറ്റിനം ഇൻ ദ ഫോം ഓഫ് ക്ലോറോപ്ലാറ്റിനേറ്റ് അയോൺ ഡിസോൾവ് ചെയ്താൽ കിട്ടുന്ന കളർ എന്താണോ അതാണ് 1 ട്രൂ കളർ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ പെർമിസിബിൾ ലിമിറ്റ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ ഈസ് 10 to 20 TCU. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 10 to 20 TCU ആണ്. 10 മുതൽ 20 TCU വരെയാണ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പെർമിസിബിൾ ട്രൂ കളർ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ടറിൻ്റെ കളറിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് അപ്പാരൻ്റ് കളർ ആൻഡ് ട്രൂ കളർ. Apparent color and true color. Apparent color is due to suspended particles and true color is due to dissolved or colloidal particles. Apparent കളറിന് കാരണമാകുന്നത് സസ്പെൻഡഡ് സോളിഡ്സും ട്രൂ കളർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിസോൾഡ് ഓർ കൊളോയിഡൽ സോളിഡ്സ്. ദെൻ ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് കളർ. സോ ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് കളർ. കളർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? ടിൻഡോമീറ്റർ. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് കളർ ഈസ് കോൾഡ് tindometer. Next characteristics is taste and odor. Taste and odor. So വാട്ടറിന് ടേസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുന്ന കണ്ടൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, ദെൻ ഡിസോൾവ്ഡ് ഗ്യാസസ്, മൈക്രോ ഓർഗാനിസംസ്, ഡിസോൾവ്ഡ് ഗ്യാസസ്, ദെൻ മിനറൽ സബ്സ്റ്റൻസസ് സച്ച് ആസ് സോഡിയം ക്ലോറൈഡ്, എനി അതർ അയൺ കോമ്പൗണ്ട്സ് എക്സെട്ര. സോ വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, ഡിസോൾവ്ഡ് ഗ്യാസസ്, ദെൻ മിനറൽ സബ്സ്റ്റൻസസ് സച്ച് ആസ് സോഡിയം ക്ലോറൈഡ്, ദെൻ അയൺ കോമ്പൗണ്ട്സ് എക്സെട്ര ആണ് എന്തിന്? വാട്ടറിന് ടേസ്റ്റ് ആൻഡ് ഓർഡർ കൊടുക്കുന്നത്. സോ ടേസ്റ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത് ടേസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫ്ലേവർ ത്രഷോൾഡ് നമ്പർ. ടേസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫ്ലേവർ ത്രഷോൾഡ് നമ്പർ if Tn, and order is expressed as the threshold order number. Order is expressed as threshold order number. സോ ഡ്രിങ്കിങ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ ത്രഷോൾഡ് ഓർഡർ നമ്പർ എന്ന് പറയുന്നത് 1 to 3 ആയിരിക്കണം. അതിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 1 to 3 ആണ് ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ ത്രഷോൾഡ് ഓർഡർ നമ്പർ. ദെൻ ഓർഡർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഓസ്മോസ്കോപ്പ് എന്ന് പറയുന്നത്. സോ ഓർഡർ ഈസ് മെഷേർഡ് ബൈ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് ഓസ്മോസ്കോപ്പ്. നമ്മൾ കളർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ് ടിൻഡോമീറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ഓർഡർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഓസ്മോസ്കോപ്പ്. കളർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ് ടിൻഡോമീറ്റർ, ഓർഡർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഓസ്മോസ്കോപ്പ്. സോ ഓർഡർ ഓഫ് ദി വാട്ടർ ചേഞ്ചസ് വിത്ത് ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് വാട്ടറിൻ്റെ ഓർഡർ എന്തായിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഓർഡർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഓർത്തിരിക്കുക, ഓസ്മോസ്കോപ്പാണ് എന്ത്? ഓർഡർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഓസ്മോസ്കോപ്പ്. ദെൻ അതിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്, ഓർഡർ ലിമിറ്റ് എന്ന് പറയുന്നത് 1 to 3 ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ടെമ്പറേച്ചർ. സോ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഫോർ ഡ്രിങ്കിങ് ഷുഡ് ബി ബിറ്റ്വീൻ 10 to 20 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ ഡിസൈറബിൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 to 20 ഡിഗ്രീസ് ആയിരിക്കും. അതിൽ തന്നെ മോസ്റ്റ് ഡിസൈറബിൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഓപ്ഷനിൽ നമുക്ക് 10 to 20, 10, 15, 20 എന്നിങ്ങനെ വാല്യൂസ് തരുവാണെങ്കിൽ അതിൽ ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത് എന്തായിരിക്കണം? 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ദെൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് തെർമോമീറ്റർ. കളർ മെഷർ ചെയ്യാനായിട്ട് ടിൻഡോമീറ്റർ യൂസ് ചെയ്തു, ഓർഡർ മെഷർ ചെയ്യാനായിട്ട് ഓസ്മോസ്കോപ്പ് യൂസ് ചെയ്തു, അതുപോലെ തന്നെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് തെർമോമീറ്റർ. ദെൻ വേൾഡ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഫോർ പോർട്ടബിൾ വാട്ടർ. പോർട്ടബിൾ വാട്ടറിൻ്റെ വേൾഡ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 4.4 to 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. 4.4 to 10 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത്? വേൾഡ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഓഫ് പോർട്ടബിൾ വാട്ടർ. Then temperature above 26 degrees Celsius is considered as undesirable and temperature above 35 degrees Celsius is considered as unfit. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ടെമ്പറേച്ചർ ആണ് എന്താണ്? ടെമ്പറേച്ചർ എബോവ് 35 ഡിഗ്രി സെൽഷ്യസിനെ അൺഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതിൽ ഓർത്തിരിക്കേണ്ട മെയിൻ 2 പോയിന്റ് ആണ് ടെമ്പറേച്ചർ. ഡിസൈറബിൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസും ദെൻ വേൾഡ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4.4 to 10 ഡിഗ്രി സെൽഷ്യസും. നെക്സ്റ്റ് ഈസ് ദ സ്പെസിഫിക്
കണ്ടക്ടിവിറ്റി. വാട്ടറിലുള്ള ഡിസോൾഡ് സോൾട്ടുകളുടെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. വാട്ടറിലെ ഡിസോൾഡ് സോൾട്സിൻ്റെ കണ്ടന്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ ടെസ്റ്റ് ചെയ്താൽ മതി. സോ വാട്ടറിൻ്റെ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഡയോണിക് വാട്ടർ ടെസ്റ്റ്. ഡയോണിക് വാട്ടർ ടെസ്റ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വാട്ടറിൻ്റെ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിൽ പ്രസൻസ് ആയിട്ടുള്ള ഡിസോൾഡ് സോൾട്ടിൻ്റെ കണ്ടന്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സോ ഈ 5 എണ്ണമാണ് വാട്ടറിൻ്റെ എന്തെന്ന് പറയുന്നത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഏതൊക്കെയായിരുന്നു? ടർബിഡിറ്റി, ദെൻ കളർ, ടേസ്റ്റ് ആൻഡ് ഓർഡർ, ടെമ്പറേച്ചർ ആൻഡ് സ്പെസിഫിക് കണ്ടക്ടിവിറ്റി. സോ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ ആപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കുക. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.